പിണറായി സർക്കാർ കർഷകരെയും കാർഷിക മേഖലയും വഞ്ചിക്കുകയാണ് എന്ന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് IAS വ്യക്തമാക്കുകയാണ്. സർക്കാർ നയങ്ങളിലെ വീഴ്ചകളും ഫണ്ട് വെട്ടിക്കുറച്ചതിൻ്റെ കണക്കുകളും സഹിതമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ലേഖനത്തിലൂടെ തുറന്നടിച്ചിരിക്കുന്നത്. മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച കള പറിച്ചാൽ കളം നിറയും എന്ന ശീർഷകത്തിലുള്ള ലേഖനത്തിലാണ് ഡോക്ടർ ബി അശോക് കാർഷിക മേഖലയുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ കള്ളക്കളികൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ കർഷക സംഘടനകളും പ്രതിപക്ഷവും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ഡോക്ടർ ബി അശോക് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇവിടെ പറയാം. ആദ്യത്തേത് ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ളത് തന്നെയാണ്. 2016-നും 2025-നും ഇടയിൽ നിയമസഭ പാസാക്കിയ 10 ബജറ്റുകളിലെ വിഹിതത്തിൽ നിന്ന് 1125 കോടി രൂപയാണ് കൃഷി വകുപ്പിന് വെട്ടിക്കുറച്ച് നൽകിയത്. കുടിശ്ശിക ഭാരം നിലവിൽ കർഷകർക്കും കരാറുകാർക്കുമായി 490 കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട്. കേന്ദ്ര സഹായം കുറഞ്ഞു. സംസ്ഥാന വിഹിതം സമയബന്ധിതമായി നൽകാത്തതിനെ തുടർന്ന് 10 വർഷം മുൻപ് 250 കോടി രൂപ വരെ ലഭിച്ചിരുന്ന കേന്ദ്ര സഹായം നിലവിൽ 98 കോടിയായി ചുരുങ്ങി. സർക്കാരിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഉത്തരവാദിത്തം, കേരള സർക്കാരിൻ്റെ. കാർഷിക സർവകലാശാലയിൽ മാത്രം വിരമിക്കൽ ആനുകൂല്യങ്ങളായി 226 കോടി രൂപ കുടിശ്ശികയാണ്. സംസ്ഥാനത്ത് 40,000 കോടി രൂപ നിക്ഷേപിച്ച കിഫ്ബി കാർഷിക മേഖലയിൽ നിക്ഷേപിച്ചത് വെറും 22 കോടി രൂപ മാത്രമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കൃഷി വകുപ്പിൻ്റെ 50% പദ്ധതി വീതമാണ് വെട്ടിക്കുറച്ചത്. നെല്ല് സംഭരണം മെച്ചപ്പെടുത്തൽ കൃഷി വകുപ്പ് സമർപ്പിച്ച റിപ്പോർട്ട് വേഗത്തിൽ നടപടി തുടങ്ങാനുമായിട്ടില്ല. കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരണം 3 വർഷമായി ധനവകുപ്പിൻ്റെ പരിഗണനയിൽ അനങ്ങാതെ കിടക്കുകയാണ്. സർക്കാരിൻ്റെ ഈ സമീപനം കാർഷിക മേഖലയെ തകർക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഡോക്ടർ ബി അശോകൻ്റെ ലേഖനം വ്യക്തമാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയോടുള്ള സർക്കാരിൻ്റെ അവഗണനയുടെ നേർചിത്രമാണ് ഈ കണക്കുകളിലൂടെയെല്ലാം പുറത്തു വരുന്നത്. പിണറായി സർക്കാർ തന്നെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ താമസിയാതെ കേരളം മുടിഞ്ഞു പോകും എന്നുള്ളത് തീർച്ചയാണ്. കർഷകരെ തീർത്തും അവഗണിക്കുന്ന ഈ പിണറായി സർക്കാർ മാറേണ്ടത് കേരള ജനതയുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്.